അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് പറയാൻ. പിന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയൂലേ, ആ എൻട്രൻസിൻ്റെക്കാണ് നടന്ന് പോകുന്നത്. ആ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോകുന്നതിന് മുമ്പേ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് അവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ കിട്ടുന്ന കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം അവിടെ പോകുമ്പോൾ നമുക്ക് കരുതേണ്ട വെള്ളം, സ്നാക്സ് എന്താ വേണമെന്ന് വെച്ചാൽ എല്ലാം ലെഫ്റ്റ് സൈഡിലുണ്ട്. പിന്നെ അവിടുത്തെ ഒരു ഡ്രസ്സിൻ്റെ ഇതുണ്ട്, എന്താ പറയുക, പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ആ ഒരു സമയത്ത് രാജാവ് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിൻ്റെ ഒരു ഇതൊക്കെ അവിടെ കാണാം നമുക്ക്. ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു കോഫി ഷോപ്പിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്ത് വേണേൽ അവിടെ കിട്ടും, പക്ഷേ ഇത്തിരി എക്സ്പെൻസീവാണ് അവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ പല ടൈപ്പും ആ ഒരു നാട്ടിൽ അവരുപയോഗിക്കുന്ന ഐറ്റംസും, പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി ബുക്കുകൾ, കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മാഗ്നറ്റിക് ആയിട്ടുള്ള അവിടുത്തെ ഹിസ്റ്ററീൻ്റെ കാര്യങ്ങളും. ഇത് ഈ സംഭവം വെച്ചാൽ വെറും ഹിസ്റ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഫുള്ള് ഈ വീഡിയോയിലുണ്ടാവുക. BC 300 സംതിങ്ങിലാണ് ആ ഒരു രാജാവ് ഭരിച്ചിരുന്നത്. ഇറാൻ മൊത്തം ഇറാൻ മാത്രമല്ല, ഇറാൻ്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഭരിച്ചിരുന്നു. ആ ഒരു പ്രിൻസ് ഭരിച്ച സമയത്തുള്ള ഫോട്ടോസും ഒക്കെയാണ്. പിന്നെ ഇറാൻ്റെ കുറച്ച് ഫ്ലാഗിൻ്റെ ഇതൊക്കെ. നമ്മളിപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്, നമ്മളവിടെ പോയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം. ഇതാണ് ഞാൻ പറഞ്ഞ രാജാവ്, ആ സമയത്ത് ഭരിച്ചിരുന്ന രാജാവാണിത്. പിന്നെ ആളൊരുപാട് വർഷത്തോളം ആ ഒരു സ്ഥലം ഭരിച്ചിരുന്നു. അവിടത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ വീഡിയോസിൽ കണ്ടോളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഡെസ്റ്റിനേഷൻ്റെ പേര് ഇത്തിരി എന്താ പറയുക, ഒരു കട്ടിയുള്ള വാക്കാണ്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ്റെ പേരാണ് തഖ്തെ ഇ ജാംഷിദ്. അങ്ങനെയാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ്റെ പേര്. അത് വരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്താനായി. പിന്നെ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ ഉപദേഷ്ടാവ് ദാരുഷ് എന്ന് പറയുന്ന പണ്ട് കാലത്തെ ഒരു ഭരണാധികാരിയാണ് ഈ തഖ്തെ ജംഷിദ് എന്ന
ഈ പ്ലേസ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇതിന് ഒരുപാട് പഴക്കമുണ്ട്. BC-യിലാണ് ഇത് പണിതത്. അപ്പോൾ അതിൻ്റെ പഴക്കം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ നശിക്കാത്ത സമയത്തുള്ള ഒരു പിക്ചറാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, ഇതിൻ്റെ എൻട്രൻസ് ഭാഗം ഇങ്ങനെയായിരുന്നു. അതാണ് അതിൻ്റെ നശിച്ചതിന് ശേഷമുള്ളതാണ് നിങ്ങൾ മുമ്പ് വീഡിയോയിൽ കണ്ടത്. वो इसका ये भी लिखा है इसमें हाँ। ये कितना मीटर है, ये क्या है, कितना है, सब चीज लिखा है. ഇത് സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു എർത്തിക്കോളുടെ സംഭവം വന്നപ്പോ ഇതൊക്കെ വീണ് പൊട്ടിപ്പോയതായത് കണ്ടോ, മൊത്തം വീണിട്ട് പൊട്ടിപ്പോയത്. ശരിക്കും എല്ലാം ഇതിന്റെ ടോപ്പിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പൊട്ടാത്തതുണ്ട്, പൊട്ടിയതുണ്ട്. പൊട്ടാത്തതാണ് ഇപ്പുറത്തുള്ളത്. ആ കുതിരയുടെ ഇതൊക്കെ കാണുന്നില്ലേ, അതൊക്കെയാണ്. ഭയങ്കര ഹിസ്റ്ററിക്കലാണ് ഇത്. ഒരുപാട് പഴയതാണ്. ഓൾഡ് എന്ന് വെച്ചാൽ ഓൾഡ് BC-യിൽ നിൽക്കുന്ന സാധനമാണ്. അവിടെ എല്ലാം കൊത്തി വരഞ്ഞ് വെച്ചിങ്ങനെ പണ്ടത്തെ ആൾക്കാരെ ഇത് കൊത്തി വരണിങ്ങനെ ഫോട്ടോയിലല്ലോ. ഗൈസ്, അപ്പോൾ ഇതൊരു അപ്പദന കാസ്റ്റിൽ എന്ന് പറയുന്ന ഒരു ഹാളാണ്. ഇവിടെ വെച്ചാണ് എല്ലാ ഇവൻറ്റ്സും, അന്ന് നടക്കുന്ന എല്ലാ ഇവൻറ്റ്സും ഇവിടെ വെച്ചിട്ടാണ് നടക്കാറുള്ളത്. ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എല്ലാ ഫങ്ഷൻസും, അന്ന് ആ സമയത്തുണ്ടാകുന്ന എല്ലാ ഫങ്ഷൻസും ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത്. അതാണ് അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളും, എന്തൊക്കെ ഫങ്ഷൻസാണ് നടക്കുന്നതും ആരൊക്കെയാണ് വരുന്നതൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഫങ്ഷൻ നടക്കുന്ന സ്ഥലമാണ് ഇത്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ആ ഏരിയ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഇപ്പം മ്യൂസിയം ആയിട്ടാണ് ഇപ്പം അത് കാണുന്നത്. പണ്ട് രാജാവിൻ്റെ ഒരു പ്ലേസായിരുന്നു ഇത്. ഒരു വിൻഡോ ആണ്, അന്ന് പണിത ഒരു വിൻഡോ ആണ്. ഈ വിൻഡോ ഒരു കല്ലിലാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ആ വിൻഡോയുടെ സൈസ് നോക്കി, വലിയ വിൻഡോ ആണ്. ഇത് എൻട്രി. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണല്ലേ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അധികം
ഇത് നിൽക്കുന്നതിന് കുഴപ്പമില്ല, ചൂടില്ല. ഇത് അവിടുത്തെ ഇതാണ് കാര്യങ്ങളാണ്. എൻട്രൻസ് കയറുമ്പം തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇവിടെ നിന്ന് ആരും കാണാനില്ല. ഇതൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ സംഭവം. ഇതാണ് നമ്മളിപ്പോ എൻട്രൻസിൽ വന്നപ്പോ കണ്ടത്. ആക്സസ് ഉയർന്നു കണ്ട സ്ഥലം. ഇവിടുത്തെ പഴയ പുരാതന കാര്യങ്ങളൊക്കെ ഇതിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് भी लिखा है और फारसी में भी है. ഇവരെ ട്രഡീഷണൽ ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിലും എഴുതിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇയാൾ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പോഴത്തെ പോലെയല്ല, പണ്ടത്തെ എന്താ പറയാ, ആ സമയത്ത് ഉണ്ടായിരുന്ന എംപയർ ഭരിച്ച സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഇത്രയും വലിയ വലിയ സംഭവങ്ങളാണ് ഇവിടെ. ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ, അതുപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതാക്കിയപ്പോൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇതെന്താണ് സംഭവം എന്നറിയില്ല. ഫ്ലാഷ് ഫോട്ടോഗ്രാഫി, ഡോൺ ടച്ച്, നോ സ്മോക്കിങ്. ഓക്കെ, അത് നമ്മൾ ചെയ്തില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സംഭവം എന്താണെന്നുള്ളത്. PC ഉണ്ട്, പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളാണ്. അന്ന് ഉപയോഗിച്ച പാത്രങ്ങളാണെന്ന് തോന്നുന്നു. അന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ ഉണ്ടായിരുന്നു. കുറേ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതായിരിക്കും, ഒക്കെ പൊട്ടിപ്പോയി ഉണ്ട്. എപ്പം കിട്ടിയതാന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ. പ്രീ ഹിസ്റ്റോറിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സെയിം ടൈമിനുള്ള സാധനം തന്നെയായിരിക്കും. BC സംതിങ്ങിനുള്ള കിട്ടിയ സാധനങ്ങളായിരിക്കും. പിന്നെ ഇപ്പുറത്തുണ്ട് ഉണ്ടോ ഇതിൻ്റെ BC കൾച്ചർ. ഓരോ കൾച്ചർ, ഇവിടുത്തെ ആ സമയത്തുള്ള കൾച്ചർ, ആ സമയത്ത് അവരുപയോഗിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇതന്ന് അവരുപയോഗിച്ച കല്ലുണ്ടാക്കിയ എന്താ പറയുക, അവരെ നമ്മൾ ആഭരണങ്ങൾ എന്നൊക്കെ പറയില്ല. ആഭരണം എന്ന് പറയുമ്പോൾ സ്വർണ്ണാഭരണമല്ല, നമ്മൾ നോർമലുള്ള സാധനമല്ലേ, ആ സാധനങ്ങളൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഗോൾഡാണെന്ന് തോന്നുന്നു, അറിയില്ല ഗോൾഡാണെന്ന്. ഗോൾഡൻ ജ്വല്ലറി അതന്നെ, ഗോൾഡാണ്. ഇത് ഗോൾഡാണ്, ഇത് ഗോൾഡാണ്. അവർ ഉപയോഗിച്ചിരുന്നത് ഗോൾഡാണിത്. അതൊക്കെ ഏകദേശം ഇന്നത്തെ പോലെ ഉണ്ട്. അന്നത്തെ ആ സമയത്ത് ഈ ഗോൾഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വലിയ അതിശയം തന്നെ. പിന്നെ അന്ന് ഉപയോഗിച്ച വേറെന്തോ സംഭവമാണിത്. പിന്നെ അവരുപയോഗിച്ച വേറെന്തോ പാത്രം പോലത്തെ എന്തോ സംഭവമാണ്. ഓക്കെ ഗൈസ്, പിന്നെ അത് നമ്മളെ ആ ഒരു പ്രതിമയില്ലേ അവിടെ കണ്ടേ, ആ പ്രതിമയുടെ ഒരു പീസ് ഇവിടെ കിടക്കുന്നുണ്ട്. എന്തിൻ്റെ എഴുതുന്ന പീസാണെന്ന്, രാജാവിൻ്റെ ആ മുഖത്തിൻ്റെ പീസാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഭരിച്ചിരുന്ന രാജാവിൻ്റെ അയാളെ പ്രതിമയുടെ ഞാൻ തോന്നുന്നു. പിന്നെ ഇവിടെ എന്താ സംഭവം എന്നറിയില്ല. പൈസയാണോ, കോയിൻസ്, പൈസ തന്നെ വിചാരിച്ച സംഭവം തന്നെ. കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ സംഭവം എന്നുള്ള, ചിലതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോയിൻസുകൾ. അപ്പോൾ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായമുള്ള സമയം എപ്പോഴാണോ അതിന് മുമ്പ് ആ സമയത്ത് ഇവിടെ നാണയങ്ങളുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ കണ്ടു കൊടുക്കുന്നത് ബാത്ത് ടപ്പും കാര്യങ്ങളൊന്നുമല്ല. ഇതിപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ഈ മരിച്ചാൽ കിടത്തുന്ന ഈ ബേക്ക്ഡ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ആ സമയത്ത്, ആ പുരാതന സമയത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു മെറ്റീരിയലാണിത്. ആ സമയത്ത് ഇങ്ങനെയായിരുന്നു അവരുടെ യൂസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് മരിച്ചാൽ കിടത്തുന്ന കോഫിനാണ്.
കുറച്ച് പ്രതിമകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കല്ലോണ്ട് കൊത്തി രൂപത്തിലാക്കി വെറും പാറക്കല്ലത് എടുത്ത് വെക്കാൻ തന്നെ 10 ആൾക്കാരൊക്കെ ഇത് വേണം. കണ്ടോ ഇവിടെ എഴുതിക്കണം, എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ വായിച്ചു നോക്കി ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തലയില്ല, ഇതൊക്കെ ഓരോ പ്രതിമകളാണ്, തലയില്ല. ഇവിടെ വേറെ ഒരു സംഭവം ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയ സമ്മതിക്കണം, ഉണ്ടാക്കിയ ആളെ ഒക്കെ ജീവിച്ചിട്ട് ഉണ്ടാവില്ല, മരിച്ചിട്ടുണ്ടാവില്ല അല്ലേ. കാര്യമായ കുറച്ച് മ്യൂസിയങ്ങളുണ്ട്. ഇവിടെ കുറച്ച് മ്യൂസിയം എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താ എഴുതിക്കണമെന്ന് അറിയില്ല. 42 kg എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അന്നത്തെ ലിപികളാണ് ഇവിടെ, അവര് എഴുതിയ ലിപികൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് വേറൊരു സംഭവം, എന്താണാവോ ഇത്, വാട്ടർ ടാങ്ക് എന്താന്ന് മനസ്സിലാവില്ല. ഓക്കെ, പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എന്താ ഇവിടെ ഉള്ള സംഭവം എന്താണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളെ ഇടിച്ചു പൊട്ടിക്കുന്ന സാധനമില്ല, അവിടെ ഈ കുത്തി ചീക്കണ സാധനമൊക്കെ ഇല്ല, ഇഞ്ചി കുത്തണ സാധനമൊക്കെ പോലത്തെ അങ്ങനത്തെ ഐറ്റംസാണ്. പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു, ഡെക്കറേറ്റ്. മറ്റേ ഇതൊക്കെ ഉണ്ട്, കുറച്ച് പാത്രങ്ങളാണ് ഇവിടെ സംഭവം. പിന്നെ അവരുടെ പാത്രങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഭരണാധികാരി ഉണ്ടല്ലേ, ഇതാണ് ഭരണാധികാരി, ഇന്നത്തെ എംപയറിലെ ആളെ വാലിറ്റ് വെച്ചിട്ടാണ്.
നമ്മളങ്ങനെ ടോപ്പിലെത്തിയപ്പോൾ ഒരു കുറച്ച് തൂണുകൾ നിങ്ങളിങ്ങനെ കാണുന്നില്ലേ, അപ്പോൾ അതിനെ നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഹിസ്റ്ററിക്കൽ പറയുകയാണെങ്കിൽ 100 columns എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 100 തൂൺ എന്നാണ് പറയുന്നത്. ഈ പ്ലേസാണ് പണ്ട് ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങിനെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയി. ഇവിടെ ഒരു എർത്ത് കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ നശിച്ചു പോയി. അതിൻ്റെ മുമ്പൊക്കെ നമ്മൾ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു മുമ്പത്തെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ നിന്ന് ഞങ്ങൾ എന്താ പറയുക ഇറങ്ങാണ്. അപ്പോൾ ഞാൻ വന്ന വഴികളാണ് ഈ ചൂണ്ടി കാണിച്ചു തരുന്നത്. അതുവഴിയാണ് ഞങ്ങൾ കയറി വന്നത്. എന്നിട്ട് ആ മലയുടെ തായ്വാരത്ത് വഴി കൂടെ കയറിയിട്ട് പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് വരിക. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാക്സിമം വീഡിയോസിൽ നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നെക്സ്റ്റ് വരുന്നതാണ്. അടുത്ത ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും പോവാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് റൂമുണ്ട്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഷിറാസിലാണ്. ഷിറാസിലൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.